ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷനൊക്കെ അല്ലേ, അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് വയനാട്ടിലേക്ക് ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി സെറ്റായി ഒരു മിനി ബസ് എടുത്ത് വയനാട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ പോകുന്ന യാത്രകളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എൻ്റെ മാമൻ, പിന്നെ അനിയത്തിൻ്റെ പിയാപ്പിള, ഇത്താത്തൻ്റെ പിയാപ്പിള, പിന്നെ എൻ്റെ ഇളയച്ചൻ. എല്ലാവരും കൂടി നല്ല പാട്ടൊക്കെ പാടി കസർത്താണ് കേട്ടോ. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വ്ളോഗിലേക്ക് എല്ലാവരും ഹായ് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യാം കേട്ടോ. എൻ്റെ ഉമ്മ, എൻ്റെ പിയാപ്പിളയും മോനും മോളും, ഞാൻ, മക്കൾസ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഫുൾ വൈബിൽ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വയനാട്ടിലെ മേപ്പാടിയുള്ള ക്ലൗവേദ റിസോർട്ടിലാട്ടോ ഞങ്ങളെത്തിയത്. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല നല്ല ഫീൽ ഗുഡായിട്ടുള്ള ക്ലൈമറ്റും. നമ്മുടെ ഈ കോഴിക്കോട് ഭയങ്കര ചൂടല്ല. അപ്പോൾ ഈ ചൂട് കാലത്ത് അവിടെ പോയപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു കാം ആൻഡ് ക്വൈറ്റ്, നല്ല നാച്ചുറും, പിന്നെ വെയിലുണ്ടെങ്കിൽ പോലും നല്ലൊരു ഇളം കാറ്റിൽ ഒരു തണുപ്പുള്ളൊരു സുഖം, നല്ല ക്ലൈമറ്റ് ഇതാട്ടോ. അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് ഇളയച്ചന്മാരും എല്ലാവരും കൂടി ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ ബിരിയാണി വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് നമ്മളെ വീട്ടിലത്തെ ഫുഡ് തന്നെ കഴിക്കാച്ച്. അപ്പം ചെമ്പ് ഒട്ടിക്കാൻ ഇളയച്ചനും മാമനും കൂടി ഇരുന്ന് ചെമ്പ് ഒട്ടിക്കാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. മാമൻ നല്ല സ്പെഷ്യൽ കുക്കാണ്. അപ്പം മാമൻ്റെ വകയാണ് ബിരിയാണി. മാമൻ നല്ല സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അതാ ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതാട്ടോ അതിൻ്റെ റിസോർട്ടിൻ്റെ ഫുഡ് ഏരിയ, ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഏരിയ. ഞങ്ങളിതാ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എപ്പോഴാണ് ചാടേണ്ടത് എന്നുള്ള പ്ലാനും ഇട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ നോക്കുകയാണ്. ഞാനിങ്ങനെ വ്ളോഗും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങനെ ക്യാമറയും മേടിച്ച് നടക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ബിരിയാണിക്ക്. എല്ലാവരോടും നല്ല ഹാരമായിട്ട് കഴിക്കുകയാണ്, വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. ചെറിയ മക്കളൊക്കെ ഉണ്ട്. അനിയൻ്റെ മോളാണ് ഈ നോക്കുന്നത്. എല്ലാവരും ഉണ്ട്, ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാരും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. നല്ല രസമാണ് മാഷാ അല്ലാ. എല്ലാവരും വെക്കേഷനൊക്കെ വരുന്ന ടൈമിൽ ഫാമിലിയായിട്ട് എല്ലാവരും എവിടേക്കെങ്കിലും യാത്രകളൊക്കെ പോകണം. അപ്പം കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കേ.
അപ്പോൾ ഇങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രാത്രിയായി. ഞങ്ങളെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആട്ടോ, രാത്രിത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് താഴോട്ടേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളും കൂടി കാണാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ റിസോർട്ട് മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് താഴോട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാട്ടോ ഇത്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ മാമനും പേരമക്കളും, പേരമക്കളല്ല, അനന്തർവന്മാർ എന്നല്ല പറയാം, അവരെല്ലാവരും കൂടി ക്യാരംസ് കളിക്കുക കേട്ടോ. അങ്ങനെ കേട്ടോ രാത്രിത്തെ ഇവിടുത്തെ എൻട്രൻസത്തെ വ്യൂ ആണ്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് വരാം കേട്ടോ. ചെറുങ്ങനെ എനിക്ക് പേടിയുണ്ട്, എന്നാലും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഭയങ്കര താഴോട്ടേക്കുള്ള ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഭയങ്കര തണുപ്പ്, രാത്രിയായപ്പോൾ ഒന്നും പറയാനില്ല, നല്ല തണുപ്പേനു കേട്ടോ. ഞങ്ങൾ പോയ ഈ ദിവസം എന്താ അറിയില്ല, ഭയങ്കര തണുപ്പ്. ഈ ഏപ്രിലൊക്കെ ഈ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ തണുപ്പ് കാലത്ത് എന്ത് തണുപ്പായിരിക്കും അത് പറയണ്ടല്ലോ. മക്കളൊക്കെ ഭയങ്കര വൈബ് ചെയ്യാം കേട്ടോ രാത്രിയായപ്പോൾ. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ചിക്കൻ കായൊക്കെ തേച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ പുരട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് ചുടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. കണ്ടില്ലേ, മോളൊക്കെ നല്ല വൈബായിട്ട് നടക്കുക രാത്രി, ഒരു പേടിയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാ BBQ ആക്കാനുള്ള വേണ്ടിയിട്ട് എൻ്റെ ഇളച്ചന് കനലുണ്ടാക്കുക കേട്ടോ. അവന് കനലുണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ചൂടാൻ നമ്മളെ ഷെഫായിട്ടുള്ള ഷെഫീക്കിനെ വിളിക്കാം. ഷെഫീക്കാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നത്. അവൻ തന്നെ അത് വേവിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ, വേവിക്കാനല്ല ചുടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ താത്ത അവിടെ നിന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാണ് കേട്ടോ, വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി നല്ല ഹരമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യുന്നു, ഞങ്ങളിവിടെ നിന്ന് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് അടുത്തത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മുന്നയാണ്. മുന്നേനെ ഹെൽപ്പ് ചെയ്യാൻ അർഫാദും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവല്ലേ. എങ്ങനെയുണ്ട് സിയോ, ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണെന്ന് കേട്ടോ എൻ്റെ മോൻ പറയുന്നത്. ന്യൂനു എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി എന്ന് പറഞ്ഞാൽ ആ തലാട്ടൽ കണ്ടില്ലേ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കുക എങ്ങനെ ഉണ്ട്. ഇതാ ഉസ്നാത്തൻ്റെ വക ഒപ്പീനിയൻ സൂപ്പർ, സുൽത്താന സൂപ്പർ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഇതാ കണ്ടോളൂ, നല്ല രസം കേട്ടോ കാണാൻ. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ പിന്നെ ഞങ്ങൾ താഴോട്ട് പോയി പ്ലേ ഏരിയയിൽ പോയിട്ട് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്യാണ്. പിന്നെ അവിടുത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ സെക്ഷന് വേണ്ടി നിൽക്കുക കേട്ടോ. യോന്ന് പറയാട്ടോ എല്ലാവരും കൂടി. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് വന്ന് ജീപ്പിലേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കയറ്റാണ് കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ നമ്മളെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ റിസോർട്ടിനോട് ബായ് പറയാണ് കേട്ടോ. ബായ്.
അങ്ങനെ അതാ ഇനി ജീപ്പിൽ എത്ര ഹൈറ്റിലാണ് നമ്മൾ റോട്ടിലേക്ക് പോകേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ജീപ്പിൽ പോകുന്ന റോഡ് ഭയങ്കര ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന റോഡാണ് കേട്ടോ. ഈ ജീപ്പിൽ പോകുമ്പോൾ തന്നെ ഒരു ട്രക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. ഭയങ്കര ഇതിൽ പോവുക, എല്ലാവരും സാധനങ്ങളും എല്ലാം കൂടി കയറ്റി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ജീപ്പിൽ പോകാൻ. എസ്പെഷ്യലി ഞാൻ കുറേ കാലമായി ജീപ്പിൽ കയറിയിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ കാറിലായിട്ടും സ്കൂട്ടറിലായിട്ടൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ജീപ്പിൽ കയറിയപ്പം വേറെ തന്നെ ഒരു എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ള വൈബ്. എൻ്റെ മോളും ഉണ്ട്, മോള് നല്ല ഉറക്കമാണ്. ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഞാൻ നടക്കാതെ കണ്ടില്ലേ നമ്മൾ റോട്ടുമ്മലേക്ക് എത്താനാകുമ്പോഴുള്ള വ്യൂ കണ്ടില്ലേ, എന്താ രസം. ഭയങ്കര ഇറക്കത്തിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ ജീപ്പിലിങ്ങനെ പോവുകയാണ് മുകളിലേക്ക് എത്താൻ. അങ്ങനെ അതാ ഫൈനലി മെയിൻ റോഡ് എത്തി. നമ്മുടെ ബസ് എവിടെ, നമുക്ക് തിരിച്ചു പോകണം. നമ്മളെ ബസ് എവിടെ, അതാ കാണുന്ന അങ്ങകലി നമ്മൾ ബസ് ബാവ സൺസിൽ നമ്മൾ വന്നത്. അപ്പം ഇങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ബസ്സിൽ ആക്കി വെച്ച് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഇല്ലേന്ന് എണ്ണ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴുള്ള ആവേശമൊന്നും തിരിച്ച് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും മക്കളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് ആകെ ക്ഷീണത്തിലായിപ്പോയി. അപ്പം ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ നല്ല കാഴ്ചകൾ. നമ്മൾ പോകുന്നത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ മോളതാ ഇപ്പയും കൂടി കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോളതങ്ങനെ ചിരിക്കുന്നുണ്ട്, മാഷാ അല്ലാ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി അന്താക്ഷരി കളിച്ച് ബസ്സിന്ന്. അപ്പോൾ താത്ത മെയിനായിട്ട് പാട്ടാടാ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെഹദിയിൽ കയറി. നെഹദീത്തെ ഫുഡിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. മന്തി കഴിക്കുകയാണെങ്കിൽ നെഹദിയിൽ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ. അവിടുത്തെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ഞങ്ങളധികം റെക്കമെൻഡ് ചെയ്യുന്ന മന്തി സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നെഹദി തന്നെ. നെഹദീനെ കഴിച്ച് വെക്കാൻ വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ കമൻറ്റിൽ പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഫുഡൊക്കെ കഴിക്കട്ടെ, നല്ല വിശപ്പ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. അൽഹംദുലില്ലാ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും നല്ല എനർജി. അപ്പം ഇങ്ങനെ പാട്ടൊക്കെ അല്ലേ, ഡാൻസല്ലേ, സെറ്റാക്ക തന്നെ. അങ്ങനെ പിന്നെ ഫുൾ ഡാൻസ് ചില്ലിങ് മൂഡ് തന്നെ. മറ്റൊരു നല്ല ഉഷാർ വ്ളോഗുമായിട്ട് വരുന്നത് വരെ അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.